ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ സൺഡേ രാവിലെയാണ്. രാവിലെ കുറച്ച് ലേറ്റ് ആയി എണീറ്റപ്പോ, കാരണം റൂബേബിക്ക് ഇന്ന് ഓൾറെഡി ഡേ കെയർ ഉണ്ടായില്ല. റുവാ അതുകൊണ്ട് തന്നെ അടുക്കള കൊണ്ട് ഓരോന്ന് ഒപ്പിക്കണ്ട്. അപ്പൊ ഇന്നലെ ബീഫ് കറി ഉണ്ടാക്കിയല്ലോ, അപ്പൊ അത് ഞാൻ ചൂടാക്കി ഇപ്പൊ രാവിലെ എണീറ്റിട്ട് അപ്പൊ നാസ്തക്ക് ആസ് യൂഷ്വൽ കലക്കിച്ചിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി ഇപ്പൊ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ വെള്ളത്തിന് വേണ്ടിയിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച്. അപ്പൊ എനിക്കാണെങ്കിലോ ഭയങ്കര ക്രേവിങ്സ്. കപ്പ അന്ന് മേടിച്ചിട്ടുണ്ടായി. കപ്പ അന്ന് തന്നെ മേടിച്ചിട്ട് ക്രേവിങ്സ് ആയിരുന്നു മേടിച്ചത്. അപ്പൊ കപ്പ വെച്ചിട്ട് ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ച്. അപ്പൊ അന്ന് കൊണ്ടുവന്ന കുറച്ച് ഞാൻ മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പൊ അതെന്തെങ്കിലും സെറ്റ് ആക്കണം. കപ്പ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കണം കപ്പ. ഞാൻ യൂട്യൂബിലെ കുറെ നോക്കി, സിമ്പിൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ കപ്പ റെസിപ്പീസ്. പിന്നെ വയ്യായികനെ കുറിച്ച് പറയാനാണെങ്കിൽ ഓക്കെ ആയി, നല്ല ഫുൾ ഓക്കെ ആയിട്ടില്ല. ഒരു ഒരു 100-180 ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി 20% ഓക്കെ ആവാനുണ്ട്. ഇപ്പത്തെ പനി ഭയങ്കര ഡേഞ്ചറാണ്, എല്ലാരും ശ്രദ്ധിക്ക. ബോഡിയൊക്കെ നല്ല പെയിൻ ആയിരിക്കും. നമുക്ക് ഇതുവരെയും വരാത്ത പനിയാണ് എനിക്ക് വന്നിട്ടുണ്ടായ. ഇത്രയും വയ്യാണ്ടായിപ്പോയി. ഇപ്പൊ ഞാനുക്ക് അതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കണ്ട്. പനിയില്ല, എന്നാലും തലവേദന, ജലദോഷം. എനിക്ക് ജലദോഷം, തൊണ്ടവേദന അങ്ങനെയൊന്നും ഉണ്ടായില്ല. ബോഡി ഫുള്ള് പെയിൻ, വൊമിറ്റിങ് ടെൻഡൻസി. വൊമിറ്റ് ചെയ്തിന് ടെൻഡൻസിയാണ് സഹിക്കാൻ പറ്റാതെ. ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. തലവേദന എടുത്തിട്ട് ഒരു ദിവസം കിടപ്പ് തന്നെയായിരുന്നു. വീട്ടിലാധാരം പിന്നെ ഉമ്മി പിള്ളേരൊക്കെ നോക്കി. ഉമ്മ 2 ദിവസം ഷോപ്പിൽ പോയില്ല. ഉമ്മയ്ക്ക് വയ്യായിരുന്നു, ഉമ്മയ്ക്ക് വയറുവേദനയൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നലെ രാത്രി അപ്പൊ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പൊ ചോറ് വെക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇവര് പുട്ട് മേടിച്ച് ഇവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൂക്കല്ലല്ല, അനുക്കും അപ്പൂക്കും വേണ്ടിയിട്ട് പുട്ട് മേടിച്ച്. അപ്പൊ എനിക്ക് പുട്ടും ബീഫൊന്നും കഴിക്കാൻ എനിക്ക് പറ്റിയ മൂടും ഉണ്ടായില്ല. ആളുടെ പണി കണ്ട, ചോറ് വെക്കണ കലമൊക്കെ എടുത്തിട്ടാ കളിക്കണം. ഇതിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരി ഉള്ളി വെളുത്തുള്ളി കണ്ട ആ സ്റ്റാൻഡിൽ എല്ലാം എടുത്തിട്ട് കലത്തിൽ ഇട്ടിട്ട് ഇളക്കി 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 അവിടെ എല്ലാം ഇടും. ലാസ്റ്റ് ഞാൻ അടിച്ചു വരാൻ നിൽക്കുമ്പോ അതെല്ലാം തിരിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും കാര്യമില്ല, പിന്നെ എടുത്തിട്ട് പോവും. അപ്പൊ എന്താ പറഞ്ഞെന്നാ, അപ്പൊ ഞാൻ പുട്ട് കഴിച്ചില്ല. ഞാനപ്പ എനിക്ക് കഞ്ഞിയും പയറും കൂടെ ഉച്ചക്ക് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. പക്ഷെ അപ്പൊ ഉച്ചക്ക് മീൽസ് വേണമെന്നല്ല. പിന്നെ രാത്രിയിലേക്ക് കഞ്ഞിയും പയറും കൂടെ, അരിയും പയറും കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഞാനും റുവാപ്പയാണ് കഴിച്ചത്. പിന്നെ മുട്ടയും ചിക്കി എഗ് ബുർജി ഉണ്ടാക്കിയിട്ട് ഞാൻ എങ്ങനെ കഴിച്ചത്. ബാക്കി കഞ്ഞി ഇരിക്കുന്നുണ്ട്. രാവിലെ ചിലപ്പോ ഞാനത് കഴിക്കും. ചിലപ്പ അവർക്ക് 2 പേർക്കും കലക്കിച്ചിട്ടും ബീഫ് കറി ആയിട്ട് കൊടുക്കും. ചിലപ്പോ കഴിക്കുള്ളൂ ഞാൻ കഞ്ഞി, അല്ലെങ്കിൽ വല്ല കോഫിയോ ബിസ്ക്കറ്റ് ആണെങ്കിലും കഴിക്കാനാണ് പ്ലാൻ. ഈ പനി വന്നാലുള്ള കാര്യം, ഫുഡ് കഴിക്കാനേ തോന്നൂല. കഴിക്കാൻ തോന്നും, ക്രേവിങ്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഫുഡ് അടുത്തോട്ട് വരുമ്പോ വായി വെക്കാനേ തോന്നില്ല. അതാണ് ഏറ്റവും വലിയത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊന്നും നമുക്ക് ആ ടൈമിൽ കഴിക്കാനേ തോന്നൂല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് കലക്കിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് അവർക്ക് നാസ്ത കൊടുക്കട്ടെ. കാരണം 9:30 മണിയായെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ. ഞാൻ എണീച്ചപ്പോ 8:30 8:45 ആയിട്ടുണ്ടായി. പെട്ടെന്ന് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇപ്പൊ എണീറ്റൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഫുഡ് കഴിക്കണേണ് ഗൈസ്. എങ്ങനെയുണ്ട് പിറ്റേ ദിവസമായപ്പോ? സ്വന്തം കറി തന്നെയാണ്. ഒന്നും പറയാനില്ല, എന്റെ സ്വന്തം കറി തന്നെ. എന്ത് ആനു പറഞ്ഞ് നല്ല ടേസ്റ്റ് കൊള്ളാം. എനിക്കറിയാനും വേണമെങ്കിൽ ബീഫിന്റെ സ്മെല്ല് കേട്ടിട്ട് അല്ല, എന്തോ ഒരു മനസ്സിലായ പനി വന്നാൽ അങ്ങനെയുള്ളു. ഇതങ്ങനത്തെ പനിയല്ലേ, ഇത് വൈറൽ ഫീവർ ആണ്. ഇത് പനിയായിട്ട് വന്നല്ലേ എനിക്ക്. പക്ഷെ എന്റെ പനി പുറത്ത് കാണിക്കളാന്നുള്ളൂ. അല്ല, ഇങ്ങനെ തൊടുമ്പോ പനി ഉണ്ടാ? പനി വന്നാ പോയെ. ഈ പനി വന്നാല് കിടത്തി എണീക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ടുമായി ആണോ? എനിക്ക് 2 പിള്ളേരൊക്കെ ഉണ്ട്. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല.
ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ആ ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പൂക്ക് വന്നിട്ട്. അപ്പൊ ഗൈസ് അപ്പൊ ഇന്നലെ എന്റെ ഒരു ബ്രദർ വന്നിട്ടുണ്ടായി രാത്രി. അത് ഇവിടെ തന്നെ നമുക്ക് ഫുട്ബോൾ കളി. അപ്പൊ ഇപ്പു വന്നപ്പോ ഇപ്പുവിന്റെ ഒപ്പം എന്റെ ബ്രദർ വന്നു, ഷാഫിന്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് രാത്രി വന്നിട്ട് കൊച്ചിനെ കാണാൻ വേണ്ടി വന്ന. ഇറാപ്പിനെ കണ്ടിട്ട് കുറെ നാളായി പറഞ്ഞിട്ട് വന്നതാണ്. അത് പെരുന്നാളിലും നമ്മുടെ വീട്ടിൽ വന്നപ്പോഴെന്തോ ലാസ്റ്റ് കണ്ടത്. അപ്പൊ എല്ലാരും പറയണ ഇറാപ്പിനെ കാണാൻ മഞ്ഞം എന്റെ വേറെ കസിൻസ് ഷാഫി കുഞ്ചപ്പാക്കൊക്കെ ഐറാപ്പിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി കുറെ നേരം നേരത്തെ പോയില്ല സംസാരിച്ചിട്ടുണ്ട്. ഇവരെ ചിലപ്പോ പായം പോലെ ഉണ്ടല്ലേ ഷാഫിന്റെ അനുവിനെ പോലെ എല്ലാരും പറയാം. പിന്നെന്താ പ്ലാൻ എന്താണ്? പിന്നെന്താണ് കപ്പയും വൈകുണ്ടാക്കിയാൽ ഷുഗർ പരിപാടി ഉണ്ട്. 2 ദിവസമായി കിടക്കണം. എന്ത് പരിപാടി? ലുലുവില് ഇപ്പൊ ആരെങ്കിലും അറിഞ്ഞ 9 to 12 ഡെയിലി 50% ഓഫാണ്. പോകണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടേ ഇല്ല. പിന്നെ അവര് നല്ല തിരക്കാണ്. പിള്ളേരൊക്കെ കൂടി നമുക്ക് പ്രാന്താവും. പിന്നെ അതിന് വയ്യാത്ത ഇങ്ങോട്ടായത് കാരണം ഇന്ന് തീരുന്നുള്ളേ 12-ാം തീയതി തീരും. ഹൈപ്പർലി എല്ലായിടത്തും 50% ലുലുവില് എല്ലാത്തിനും. ഫാഷൻ സ്റ്റോറിലാണെങ്കിൽ ഹൈപ്പറിലുണ്ടാവും. ലാസ്റ്റ് 12-ാം തീയതി ഇനി വേണോ? അനുണ്ടല്ല കുറച്ച് സേവന അതിനോ പഠിക്കുമ്പോ പൃഥ്വിരാജിന്റെ ഫിലിമിൽ. പക്ഷെ വയ്യാത്ത കാരണം എനിക്ക് ഇന്നലെ രാത്രി പറഞ്ഞ് രാത്രി പോയാലോ അയ്യേ എവിടെയെങ്കിലും കിടക്കാവുന്നത് പറയുന്നത്. സൺഡേയിൽ ഇന്നലെ നമ്മൾ സാറ്റർഡേ എവിടെ പോയിട്ടൊന്നുമില്ല. കുറച്ച് ദിവസമായി വീട്ടിൽ തന്നെ കിടക്കണം. രാത്രി പിന്നെ ഞാനിലേക്ക് അത്രയും അത് കഴിഞ്ഞപ്പോ തന്നെ ഷാഫിയൊക്കെ വന്നതല്ലേ നമ്മ പോയിരുന്നെങ്കി. ശരിയാണ്. അതിവിടെയൊന്നുമില്ല, എറണാകുളത്ത് വേറെ പണിയൊന്നുമില്ല. രാത്രി പിള്ളേരെ വട്ടി വെച്ചിട്ട് മെജസ്റ്റിക്കിലുണ്ട്. മെജസ്റ്റിക്കിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. 2-3 സ്റ്റോപ്പുകളും കുഴപ്പമില്ല. പിന്നെ എറണാകുളത്തൊക്കെ പോണെങ്കിൽ കാറ് വേണം ഗൈസ്. പിള്ളേരൊക്കെ ആയിട്ട് പോവാൻ വേണ്ടി തന്നെ പ്രാന്ത് വരും. അപ്പുവാണെങ്കിൽ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വളവും എനിക്കൊന്നും കൂടെ കളക്കും. അപ്പൊ എന്നാലും ഫുഡ് കഴിക്കട്ടെ. ഞാൻ ബാക്കി പോയി അപ്പൊക്കെ ചുട്ടെടുക്കട്ടെ. എത്ര മണിക്കാ ഷോ? എന്തായാലും അത് നോക്കട്ടെ. അങ്ങനെ നാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ പുറത്തൊക്കെ പോയി രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. മുണ്ട കൊടുത്തിട്ട് എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല കോലുണ്ട്. മുണ്ട കൊടുത്തിട്ട് എനിക്കിഷ്ടമല്ല മുണ്ട എടുക്കണം. എനിക്ക് ജീൻസ് പിന്നെ എന്റെ പോലും. അപ്പ എന്താ പറയാ നാസ്ത കഴിച്ചിട്ട് ഞാൻ നാസ്ത കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. എനിക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും വയ്യാത്ത പോലെ ജീൻസ് അപ്പൊ വയ്യാത്ത പോലെ കേറുന്നു എനിക്ക്. വയ്യാത്ത പോലെ കേറുന്നു. അപ്പൊ പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ കപ്പ എന്റെ വിചാരം അപ്പൊ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പത്തില് പറഞ്ഞാണ് എന്റെ വിചാരം. നോക്കിയപ്പോ എന്നോട് 2:45 ഷോ. എനിക്കാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല പോകാൻ വേണ്ടിട്ട് വയ്യാണ്ട്. ഞാൻ പറഞ്ഞു എന്നോട് അപ്പനോട് നോക്കാൻ പക്ഷേ ഇവര് മൃഗീയമായ എവിടെ പോയി ഈ സാധനം ചായ ഉണ്ടാക്കടി. പിന്നെ
ഇതൊന്നും ഉണ്ടാക്കി തരാറില്ല. അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. കപ്പേ ഫിഷ് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് പപ്പ ഉണ്ടാക്കണ ഉണ്ടാക്കി ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ പുറത്ത് മേടിക്കാൻ സ്പൈസി എന്തെങ്കിലും കഴിക്കാൻ ഷോഗമാണ്. എന്നിട്ട് എന്ത് ചെയ്ത് അപ്പൊ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്ത് ഞാനത് കഴിച്ചപ്പോഴാണ് എനിക്ക് ജീവൻ വെച്ചത്. പിന്നെ മുടി നോക്കിക്കേ. അപ്പൊ നമ്മ പെട്ടെന്ന് റെഡി ആവട്ടെ ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജീൻസ് എല്ലാം തിയേറ്ററിൽ ഇരിക്കില്ലല്ലോ. അപ്പൊ ഒരിക്കലും വേണം മാറി മാറികളവാ. അങ്ങനെ ക്വിക്കായിട്ട് റെഡിയായി. എന്നെ കൊണ്ട് മുണ്ടിന്ന് ഷൂസ് ഇതൊക്കെ ഇടിപ്പിച്ചിട്ട് കിളവന്മാരൊന്നും കിടക്കണം. അതാണ് ഇഷ്ടം. ജീൻസ് ഒക്കെ ഇട്ട് കിടക്കണം. എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ എന്താ പറയാ, വൈഫിന് ഇത്രയും വയ്യാണ്ട് നിന്നിട്ടും ഫിലിമിന് നിർബന്ധിച്ച് കൊണ്ടുപോണ ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്യും. നല്ല പടമാണ് പോവാ. എന്ത് അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ വയ്യായി കാണിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ വീട്ടിലെ ഡോറിലോക്ക് ചെയ്താ ഞാൻ ഇപ്പൊ ഒരു ഡോളം കൂടെ ഒരു പ്രാവശ്യം കൂടെ കഴിച്ച് ഫുഡ് കഴിച്ചതിനിട്ട് അപ്പൊ കുറച്ചും കൂടെ ഓക്കെയായി. നമ്മ വണ്ടി കയറിയിട്ട് പോട്ടെ. തൊട്ടടുത്താണ് ഒരു സ്റ്റോപ്പ് ഉള്ളു. നമ്മങ്ങനെ തിയേറ്ററിലെത്തി. തൊട്ടടുത്തുള്ള തിയേറ്ററാണ്. ആകെ 2 സ്റ്റോപ്പുള്ളൂ. 2-3 സ്റ്റോപ്പ്. വന്നപ്പോ തന്നെ ഇഷ്ടമുള്ള ഞാൻ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. വന്നപ്പോ തന്നെ റുവാബയ്ക്ക് തിയേറ്ററിൽ വന്ന ഫസ്റ്റ് പോപ്കോണാണ്. അത് മേടിക്കാൻ വേണ്ടി ഇപ്പൊ പടം തുടങ്ങിയിട്ടില്ല. 2:45 റുവാ എടാ പിടിച്ചേടാ. എങ്ങനെയുണ്ട് ഇങ്ങനെ ത്രില്ലറാണോ? കണ്ണീന്ന് ഉറക്കത്തിന് ഇതൊക്കെയുള്ള ഉറങ്ങിപ്പോയിരുന്നുണ്ട്. ഇൻട്രോലിന് പിന്നെ അവള് പറഞ്ഞിട്ട് ഇറങ്ങി പോപ്കോൺ വാങ്ങാൻ. കഴിച്ചിട്ടെങ്കിലും കെട്ടിക്കൊടുക്കട്ടെ ഇനി ഊരും പിന്നെ ശരിയാ. പ്രാവശ്യം എന്താണ് ഉച്ചെടുക്കണത്? അവിടെ ഇരിക്കുക. അവള് മേടിക്കണേല് മേടിച്ചു കൊണ്ടിരുന്നൊക്കെ ക്യാഷ് ആരാ ക്യാഷ് ആയിരുന്നില്ല. കൈ നിറയെ കുറെ സാധനങ്ങളൊക്കെ ആട്ടാ വന്നിട്ട് എന്താ കുടിക്കാൻ വേണം. എന്തായാലും മേടിച്ചാ സ്പെഷ്യലായിട്ട് ഉണ്ടാവുള്ള ഒമാൻ ചിപ്സ് ഉണ്ടോ? ഒമാൻ ചിപ്സ് ആടി അത് കൊടുത്തിട്ടൊരു ഒമാൻ ചിപ്സ് മേടിക്കും. അവിടെ ഇന്ന് മേടിച്ചിട്ട് വരും. ഇന്ന് മേടിച്ചിട്ട് വരും. കുഞ്ഞാ കഴിച്ചോട്ടെ. ഒരെണ്ണം കൊടുക്ക്. ഒരെണ്ണം അവള് കഴിച്ചോട്ടെ. ഞാൻ കഴിക്കാൻ കൊടുക്കണം. അവള് കഴിച്ചോട്ടെ. നിൽക്കുന്നതാണ് പിന്നെ ടെവില് കൊറേ ഉണ്ടല്ലോ. എടുക്കങ്ങട് കൊച്ചെടുക്കട്ടെ. അതെനിക്ക് മേടിച്ചാണ്. കൈ നിറയെ കൊറേ സാധനങ്ങളൊക്കെ ഒരു ബർഗറും ഒരാളീരിൻ്റെതും എന്റെ പൈസ ഒക്കെ തീർന്ന് കഴിക്കുന്നു. ഓ സാധാരണ എന്നെയാണ് മുടിപ്പിക്കാറ്. അങ്ങനെ പടമൊക്കെ കണ്ട് കഴിഞ്ഞിറങ്ങി 6 മണിയാവാറായി. എന്താണ് ഫിലിമിനെ പറയാൻ? കണ്ടിട്ടെന്ന് തോന്നി? എനിക്ക് കുഴപ്പമില്ല, നല്ല പടമാണ്. പിന്നെന്താണ് നിനക്ക് എന്നോട് ചോദിക്കാൻ കൺഫ്യൂഷൻ? എന്താണ് കൺഫ്യൂഷൻ എനിക്ക് ചോദിക്കണം? അല്ല ഫിലിം എങ്ങനെ ഉണ്ടെന്ന്. ഫിലിം അടിപൊളി. മണി ഹേസ്റ്റ് പടം കണ്ടവരുണ്ട്. കുഴപ്പമില്ല. മണി ഹേസ്റ്റിന്റെ അത്ര ഇല്ല, എന്നാലും മലയാളത്തിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ്. അത് പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ
പൃഥ്വിരാജിനെ ഏത് എതിർത്താലും അടിപൊളിയാണ് പൃഥ്വിരാജ് 6 മണിയാവാറ എന്നിട്ട് നല്ല വെയിലുണ്ടാവും. 5:50 നമ്മളവ പെട്ടെന്ന് വീട്ടിലോട്ട് പോട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഫിലിമിനൊക്കെ പോയി വന്നിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോ അപ്പൂക്ക് പരിപ്പ് പായസം കുടിക്കാൻ ഭയങ്കര മോഹം. നമ്മ അന്ന് മേടിച്ച സ്ഥലത്ത് പോയി നോക്കിയപ്പോ അവിടെ ഇല്ല. അപ്പൂ ഞാനില്ല എന്നിട്ട് പിന്നെ എന്നെ കുത്തി എണീപ്പിച്ച് കൊണ്ടുപോയി. ഞാനും അപ്പൂ ബേബിയും കൂടെ ഉമ്മിന്റെ ഷോപ്പിലൊക്കെ പോയി. പിന്നെ നാളെ റുവാപ്പി കൊണ്ട് സ്നാക്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ബേക്കറിയിലൊക്കെ പോയിട്ടുണ്ടായി. അതാണ് അതിന് മുമ്പിട്ട ഒരു വീഡിയോ, ചെറിയൊരു ഷോർട്സ് എടുത്താണ്. അപ്പൊ രാത്രിത്തേക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. എനിക്കാണെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് പിന്നെ ഒരു പനിയുടെ സ്റ്റാർട്ടിങ് ടെമ്പറേച്ചർ കൂടണ പോലെ. അപ്പൊ കഞ്ഞി മതി എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ചോറും പയറും കൂടെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അത് ബാക്കിയുണ്ട്. അപ്പൊ അപ്പൂക്ക് അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ലൈറ്റ് ആയിട്ട് കോഫി എന്തെങ്കിലും കുടിക്കാൻ. ഞാൻ തലവേദന എടുത്തിട്ട് പോയ പോലെ. അധികം റെസ്റ്റ് എടുത്തിട്ടില്ല, ഉറങ്ങിയിട്ടില്ലല്ലോ ഒന്ന്. ഞാനൊരു ബ്രൂ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പാല് വെച്ചിരിക്കണാണ്, ബിസ്ക്കറ്റ് എന്തെങ്കിലും ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൂ കോമളിലേക്ക് കഞ്ഞി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൂക്ക് അത് കൊടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ സ്റ്റേ ട്യൂൺ. ബൈ.